ഞാൻ അധികം സൺഡേ ദിവസങ്ങളാണ് എൻ്റെ വീട്ടിലോട്ട് വിരുന്ന് പോവാറുള്ളത്. രാവിലെ എണീറ്റ് ഞാൻ കിച്ചണിലോട്ടൊക്കെ വന്ന സമയത്ത് ഉമ്മ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടെസ്റ്ററാണെന്നൊക്കെ ഡയലോഗ് ഇട്ട് ഞാൻ അതിലുള്ള സവാളൊക്കെ ഫ്രൈ ആക്കി അതെടുത്ത് കഴിക്കുകയാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് എപ്പോഴും ഞാൻ ആ ഏരിയയിലുണ്ടെങ്കിൽ എനിക്കതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മ മുൻകൂട്ടി പറയും നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം. അത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. നമ്മളൊക്കെ ചെല്ലുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഉമ്മ ഒന്ന് ശരിക്കും ഫ്രീ ആവുന്നത്. എങ്കിൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ജസ്റ്റ് എനിക്ക് മസാലയൊക്കെ ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത്രയും ചെയ്ത് വന്നപ്പോഴേക്കും പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് അത് വെച്ച് മസാല ഉണ്ടാക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ മസാലനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ചിക്കനിൽ ചെറുതായിട്ടൊന്ന് മസാല തേച്ച് അത് ഫ്രൈ ആക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, അതായത് നമ്മൾ ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ആ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരു സംസ്കാരമാണ്. അതേപോലെ തന്നെ എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ പറയും ഇന്നൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാക്കി തരും കേട്ടോ. ശരിക്കും അതൊരു ലക്കാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവർക്കെന്നും ചെറിയ മക്കളാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമല്ല, അതേപോലെയാണ്. അപ്പോൾ അവർ നമ്മളെ മരണം വരെ അവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. മക്കൾ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞാനൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത്രയും സംസാരിച്ചപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഏകദേശം ദമ്മായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ദം ചെയ്തെങ്ങാണ്ട് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ അധികം നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഉമ്മയൊപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാടില്ല. ഇത് നമ്മുടെ മൾബറിയാണ്, സ്ട്രോബെറിൻ്റെ, അതായത് പുളി മധുരമൊക്കെ ആയിട്ടുള്ളൊരിതാണ്. ഇതൊരു നല്ല ബ്ലാക്ക് കളറാവേ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പേരമരത്തിൽ ചെറിയ ചെറിയ പേരക്കകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുറേയൊക്കെ പറിച്ച് നമ്മൾ ജ്യൂസ് അടിക്കാറൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കേണ്ട ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സൊക്കെ ഉമ്മയപ്പൊക്കെ മാക്സിമം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഉമ്മാൻ്റെ തക്കാളി കൃഷിയാണ്. കുറച്ചൊരു 3-4 തൈകളൊക്കെ ഉണ്ടാകും. അതിൽ അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും എനിക്കിങ്ങനെ കൃഷി ഇങ്ങനെ പച്ചക്കറി ഗാർഡനൊക്കെ ഉണ്ടാക്കണമെന്ന്. പക്ഷെ ഞാൻ എത്ര ട്രൈ ആക്കിയിട്ടോ അങ്ങോട്ട് സക്സസ് ആവുന്നില്ല. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 4 മണിയൊക്കെ 5 മണിക്കാണ് സമയത്ത് എൻ്റെ നാത്തൂന് ഞങ്ങൾക്ക് പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും ട്രൈ ആക്കണമെന്ന് വിചാരിക്കുന്ന റെസിപ്പിയാണ് ഈ പാനിപൂരി എന്ന് പറയുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുന്നല്ലാണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാധനം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.